ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറ് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അളവിൽ ചോറാണ്. അപ്പോൾ ഈ ചോറ് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചോറോ തലേദിവസം ബാക്കി വന്ന ചോറോ ഏത് വേണോ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാനിവിടെ 2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചോറൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അല്പം മാത്രമേ വെള്ളം ഒഴിക്കാവൂ, ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം. അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതായിട്ട് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിൾസ് സവാളയും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1-2 സവാള ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനും അപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ആദ്യം നിങ്ങൾ ചേർത്ത് കൊടുക്കുക, അതിനുശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ റവ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റവ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കുറഞ്ഞ് കിട്ടും. റവയിൽ നന്നായിട്ട് തന്നെ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഞാനിതിലേക്കൊരു 3 ടീസ്പൂൺ അളവിൽ, ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ 3 ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൈ ഒന്ന് അല്പം നനച്ചതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചട്നി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങയും 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ കുറച്ച് കടലപ്പരിപ്പ് ഇതിലേക്ക് പൊട്ട് കടലയാണ് കേട്ടോ, അല്പം കടലപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അത് വേണമെന്നില്ല. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയോ സവാളയോ ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചമ്മന്തി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉഴുന്ന് പരിപ്പ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയോ ചെറുള്ളിയോ അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചട്നി നേരെ ഡയറക്റ്റ് ഈ തവയിലേക്ക് ഒഴിച്ച് വേണമെങ്കിലും ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് വട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കൈ ഒരല്പം ഒന്ന് നനച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലൊന്നും പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഒരു ചെറിയ ബോളായിട്ട് എടുക്കുക. അത് കൈക്കുള്ളിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം 2 കൈയും നനയ്ക്കണം. 2 കൈയും നനച്ചിരുന്നാൽ ആ ഒരു ഇല്ലെങ്കിൽ കയ്യിൽ പറ്റിപ്പിടിക്കും. 2 കൈയും നനച്ച് കൈക്കുള്ളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഹോളിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിട്ടും. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ ഓരോന്നും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് കൊടുക്കാം. പരന്ന പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാടെണ്ണം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ളൊരു പാനാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ഒരുമിച്ച് തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ആ ബബിൾസൊക്കെ ഒന്ന് അണഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അരിപ്പൊടി ഇവിടെയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ക്രിസ്പിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും ആയിട്ടുള്ള വടയാണ്. ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രണ്ട് വശവും നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.